الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. يا رسول الله خذ بيدي قلت حيلتي أدركني مرادي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇരു വിഭാഗത്തെയും പ്രതിനിധീകരിച്ചെത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും എന്താ അബൂ ഇഹ്സാൻ ഒരു മിനിറ്റ് അബൂ ഇഹ്സാൻ മൈക്രോണോളിൽ ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ടൈം അല്ലേ, വിഷയത്തിന്റെ മുഖദ്ദിമ പറയേണ്ട ടൈം എത്രയാണ്? ഇതല്ല വിഷയം. അബൂ ഇഹ്സാൻ ഓക്കെ, മൈക്കിലേക്ക്. നമ്മൾ വിഷയത്തിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പ് ഒരു ചിട്ടവട്ടങ്ങൾ ഇതിന്റെ ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ. എത്ര മിനിറ്റ് നമ്മൾ പറയണം, എത്ര മിനിറ്റ് നമുക്ക് നമ്മൾ പറഞ്ഞ തീരുമാനം അനുസരിച്ച് 1.5 മണിക്കൂറാണ്. ഇപ്പൊ തന്നെ ഒരു അരമണിക്കൂർ പോയിട്ടുണ്ട്. ആ അരമണിക്കൂർ കൂടി നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോ ചിലപ്പോ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ വിഷയത്തിലും ആവാം അതിന്റെ ശേഷം, ഇത് കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പൊ നമ്മൾക്ക് ഈ ചർച്ചയിൽ എത്ര മിനിറ്റ് വീതം, ആദ്യം വിഷയാവതരണം എത്ര, അത് കഴിഞ്ഞ് നമ്മൾ എത്ര മിനിറ്റ് വീതം, ഒരു 5 മിനിറ്റ് വേണോ 3 മിനിറ്റ് വേണോ, ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് സംസാരിക്കാൻ രണ്ടുപേരും സംസാരിക്കുമ്പോൾ എത്ര മിനിറ്റ് വീതം സംസാരിക്കണം എന്നുകൂടി പറയുക. എന്നിട്ട് നമ്മൾക്ക് നിർത്തേണ്ടത്, മുമ്പ് നമ്മൾ തീരുമാനിച്ചത് 10:30 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിക്ക് നിർത്തണമെന്നായിരുന്നു. ഇപ്പോ അരമണിക്കൂർ നമ്മൾ തുടങ്ങാൻ തന്നെ വൈകിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അരമണിക്കൂർ കൂടി എടുക്കാം. അതാണ് പറയാനുള്ളത്. 3 മിനിറ്റ് വേണോ 5 മിനിറ്റ് വേണോ എന്നുള്ളത് കൂടി പറയാം. എത്ര മിനിറ്റാണ് ഈ ചെറിയൊരു ആമുഖം, ഒരു വിഷയമാകുമ്പോൾ ഒരു ആമുഖം പറയേണ്ടതുണ്ടാവുമല്ലോ, അതിന് എത്ര മിനിറ്റ് എന്നുള്ളത് കൂടി പറയുക. മാത്രമല്ല, ഇവിടെ നമ്മൾ വളരെ ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു കാര്യമായി ഉണ്ടാവണം. നമുക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളെ ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ഹക്കും ബാത്തിലും ഏതാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു ചർച്ച വളരെ മാന്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ആശയം എന്താണ് എന്ന് നിങ്ങൾക്കും പറയാം, ഞങ്ങളുടെ ആശയം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്കും പറയാം. സത്യം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി തന്നെ നമുക്ക് ഈ ചർച്ച തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു നിയത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ടൈം ഒരു ആമുഖം എന്നുള്ള ആൾക്ക് ഒരു 10 മിനിറ്റ് പോരെ, പിന്നെ ഒരു 4 മിനിറ്റ് വീതം അല്ലെങ്കിൽ 5 മിനിറ്റോ 4 മിനിറ്റോ വീതം ഓരോരുത്തർക്കും സംസാരിക്കാം. അതുപോലെ ഞാൻ എന്റെ ഒരു അഡ്വൈസ്, ഒരു നിർദ്ദേശം നിങ്ങൾക്ക് 5 മിനിറ്റ് മതി, 5 മിനിറ്റ് മതി. ഓക്കെ, അപ്പൊ ചോദ്യവും ഉത്തരത്തിനും എത്ര, അല്ല ചോദ്യോത്തരമില്ലല്ലോ, രണ്ടുപേരും സംസാരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത് എത്ര? ഓക്കെ, നിങ്ങൾ തന്നെ മൈക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. ആമുഖം പറയാൻ 5 മിനിറ്റ് എടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മാത്രമല്ല, മറ്റുള്ള നമ്മുടെ വിഷയം സംബന്ധിച്ച മറ്റു ചർച്ചകൾക്ക് 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ മതിയാവൂലേ? അബൂ ഇഹ്സാൻ, 2-3 മിനിറ്റ് മതിയാവൂലേ? മൂന്ന് അതെ, 3 മിനിറ്റ് എന്നൊരു അടിച്ചിട്ടുണ്ട്. 2 മിനിറ്റ് എന്ന അഭിപ്രായം PM വന്നിട്ടുണ്ട്. അബൂ ഇഹ്സാൻ, നിങ്ങളുടെ അഭിപ്രായം പറയും. വിഷയം നമ്മൾ ആമുഖം സംസാരിക്കാൻ 5 മിനിറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഈ വിഷയങ്ങൾ പറയാൻ 5 മിനിറ്റിന്റെ ആവശ്യമുണ്ടോ? ആകെ 1.5 മണിക്കൂർ സമയമല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ സമയം കളയണോ? ഒന്ന് ആലോചിച്ച് പറയും. ഒരു
കൂട്ടർ 3 മിനിറ്റ് ഒരു കൂട്ടർ 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതായാലും ഒരു മധ്യസ്ഥൻ നിലക്ക് ഒരു മധ്യസ്ഥനൊന്നും ഇല്ലെങ്കിലും ഒരു 4 ആയിക്കോട്ടെ. 2 കൂട്ടർക്ക് കൊണ്ട് അത് അതേപോലെ തന്നെയാണല്ലോ. അത് 1.5 മണിക്കൂർ, നമ്മൾക്ക് അരമണിക്കൂറാണെങ്കിൽ മീറ്റിംഗ് ചെയ്യാലോ, അതിനും നമ്മൾക്ക് കുഴപ്പമില്ല, ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഏതായാലും അരമണിക്കൂർ നമ്മൾ പോയി, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഹലോ, അസ്സലാമു അലൈക്കും. 3 മിനിറ്റ് മതി എന്നാണ് പിന്നെ നമ്മുടെ അഭിപ്രായം. കാരണം എന്താ വെച്ചാല് നമ്മൾ 5 മിനിറ്റ് ഒരു സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കിയല്ലോ, സംവാദങ്ങളൊക്കെയല്ലല്ലോ. ഇപ്പോ സംവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്. അപ്പോ 5 മിനിറ്റൊക്കെ സംസാരിച്ചിരിക്കേണ്ട വിഷയങ്ങളില്ലല്ലോ. കാരണം 2-3 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കിട്ടും, 2 കൂട്ടർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും വിഷയങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് പറയും. 5-4ന്റെ 3 മിനിറ്റ്, 2 മിനിറ്റ് എന്ന് ഇവിടെ അഭിപ്രായം പറഞ്ഞാൽ അതൊരു 3 മിനിറ്റിൽ നമുക്ക് ഒതുങ്ങിക്കൂടെ? 3 മിനിറ്റ് വെച്ച് സംസാരിച്ചൂടെ? 3 മിനിറ്റ് വെച്ച് സംസാരിച്ചൂടെ? 3 മിനിറ്റ് വളരെ ഒരു മാന്യമായ ധാരാളം സമയം, ആവശ്യത്തിനുള്ള സമയമായി 3 മിനിറ്റിലുണ്ടാവും. വ്യവസ്ഥ തയ്യാറാക്കാനല്ലേ. നിങ്ങൾ ഒന്ന് അബു ഇഹ്സാൻ ഒന്ന് ടെക്സ്റ്റ് അടിക്കി, ഒന്ന് അവരായിട്ടൊന്ന് പി എമ്മിൽ ബന്ധപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഉസ്താമാരായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. 3 മിനിറ്റ് പോരെ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ചർച്ച വേഗം നടക്കാം. കാരണം 3 മിനിറ്റ് 4 മിനിറ്റും ഒക്കെ കണക്കന്നല്ല ഇതില്. 5 മിനിറ്റ് എന്ന് അവർ കൂട്ടി പറഞ്ഞ് 3 മിനിറ്റ് എന്ന് നിങ്ങളും പറഞ്ഞു. അപ്പൊ നമ്മളത് ഒന്ന് ഞാൻ തന്നെ ആരോടും ചോദിക്കാൻ തന്നെ അത് പറഞ്ഞതാണ് 4 മിനിറ്റ് ആക്കാൻ. അപ്പൊ രണ്ട് ഒരു ജമ്മാക്കിയിട്ടാണ് പോകാം. നമുക്ക് 4 മിനിറ്റ് ഉണ്ടാക്കാം. അപ്പൊ അത് പ്രശ്നമില്ലല്ലോ. 4 മിനിറ്റ് എന്നുള്ളത് ഒരു വലിയ സമയമൊന്നുമല്ലല്ലോ. കാര്യം സമയം കുറച്ച് കഴിഞ്ഞാൽ പറയും എന്റെ മൈക്ക് തീരുന്നതിനേക്കാളും മുമ്പ്, സമയം തീരുന്നതിനേക്കാളും മുമ്പ് എനിക്ക് ഡോട്ട് ഇട്ടു എന്നൊക്കെ പറയും. അപ്പോ അതാ പറഞ്ഞത് 4 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടായെങ്കിൽ ചിലപ്പോൾ ആളുകൾ മൈക്ക് വെക്കില്ല, ഒരുപാട് ബസ് അടിക്കേണ്ടി വരും. അപ്പൊ ഒരു 4 മിനിറ്റ് മേലാണ് ഉറപ്പിക്കുക. എന്നിട്ട് തുടങ്ങാം നമ്മള്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കൽ ആവശ്യം കൂടിയാണ്. അപ്പൊ ഏതായാലും 4 നമുക്ക് വരുന്നത്. അപ്പൊ പിന്നെ ആമുഖ സംസാരം 5 മിനിറ്റ്. ഇപ്പോ 2 വിഭാഗം സംസാരിക്കുന്നത് 4 മിനിറ്റ്. ഇനി വേറെന്താ തീരുമാനിക്കേണ്ടത്? ഇനി വേറെന്താ ഇപ്പൊ തീരുമാനിക്കേണ്ടത്? ആമുഖം സംസാരിക്കുന്നതിന് മുമ്പ് ഇനി വേറെന്താ തീരുമാനിക്കേണ്ടത് ഉണ്ടോ? വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ടൈം അത് പിന്നെ നിങ്ങളുടെ ഒരാളായിരിക്കുമല്ലോ പിന്നെ കൺട്രോൾ ചെയ്യുക. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ടൈം നമ്മുടെ ഒരാൾ കൺട്രോൾ ചെയ്യും. പിന്നെ 2 കൂട്ടർക്കും ടൈം നോക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ജമാൽ ആറ്റിങ്ങിൽ റൈസാൻ ചെയ്തിട്ടുണ്ട്. ജമാൽ ആറ്റിങ്ങലിന് ഇപ്പൊ മൈക്ക് വേണോ? വിഷയത്തേക്ക് കടന്നൂടെ? ജമാൽ ആറ്റിങ്ങലിന് ഇപ്പൊ മൈക്ക് വേണോ? അതോ വിഷയത്തേക്ക് കിടക്കേ? ഓക്കെ. എനിക്ക് പറയാനുള്ളത് വളരെ മാന്യമായ രീതിയിലായിരിക്കണം നമ്മുടെ ഈ സംവാദം. ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് അസൂരി പറഞ്ഞതുപോലെ തന്നെ വേറെയും വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ സംവാദ ചർച്ചകൾ ഇനി നടത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മാന്യമായി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. ഒരാളും ബൗൺസ് ചെയ്യാനോ ഡോട്ട് ഇടാനോ പാടില്ല. ആ പറഞ്ഞ സമയത്ത് അതിലെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആ നിശ്ചിത സമയത്ത് ഒരു രീതിയിലുള്ളത് ഉണ്ടാകാൻ പാടില്ല. പ്രകോപനപരമായിട്ടുള്ള ഒരു ടെക്സ്റ്റുകളും ഉണ്ടാവരുത് എന്ന് എല്ലാവരോടും, 2 കൂട്ടരോടും ഞാനടക്കം ഉള്ള ആളുകളോട് പറയാം. ഞാൻ മൈക്ക് വിടുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അപ്പോ ഓക്കെ, അതിപ്പോ നമ്മളെന്തായാലും ഇപ്പൊ ഈ ആളുകളല്ലാതെ ഒരു ഇടപെടൽ നടക്കൂല. പിന്നെ
പിന്നിപ്പോ നിങ്ങള് അബൂ ഹിസാം പറഞ്ഞ ആളെത്തിയോ? ആരോ ഒന്നോ രണ്ടോ ആളുകൾ വരാനുണ്ടെന്നും അവർക്ക് അറ്റി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ആ ആളുകൾ എത്തിയോ? അബൂ ഹിസാൻ അവരെത്തി. അപ്പൊ ഓക്കെ. അല്ലെ പിന്നീട് പുതിയ അറ്റികൾ മറ്റൊന്നും വരും, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്. ഓക്കെ, എന്നൊക്കെ നമുക്ക് വിഷയത്തിൽ കിടക്കാം അല്ലെ? വിഷയത്തിൽ കിടക്കാം. ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനികളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, അതായത് KICR SKSF സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി ഏതാനും ചില വർഷങ്ങളായി ഓൺലൈനിൽ സുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കേരളീയ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഭിന്ന വീക്ഷണങ്ങളിൽ വളരെ വിശാലമായ ചർച്ചകൾക്കും മറ്റും വേദിയൊരുക്കാറുണ്ട്. പല വിഷയങ്ങളും അതിന്റെ പേരിൽ ഫലം കണ്ടതായിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കുന്നതുമാണ്. സ്വാഭാവികമായും ഇതുപോലെ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുജാഹിദ് വിഭാഗത്തിലെ സക്കരിയ സറാഹിയെ അനുകൂലിക്കുന്ന മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സൂപ്പർ അഡ്മിനായ ബഹുമാനപ്പെട്ട അബൂ ഇഹ്സാൻ, അദ്ദേഹത്തിന്റെ ഒരു PM ആണ് യഥാർത്ഥത്തിൽ ഇതിന് കളമൊരുക്കുന്നത്. സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന അബൂ ഇഹ്സാന്റെ ഒരു PM വന്നപ്പോൾ സ്വാഭാവികമായും KICRനെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ 100% താല്പര്യത്തോടെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ അബൂ ഇഹ്സാൻ ആ PM അടിക്കലോടുകൂടെ നമ്മൾ ആ വെല്ലുവിളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന നമ്മൾ സ്വീകരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നമ്പർ കൈമാറി പരസ്പരം വിളിച്ചു ബന്ധപ്പെട്ടു. സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയത്തിൽ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ, അതായത് സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരായ KICRഉം അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമും തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ, സുന്നികളും മുജാഹിദുകളും ഈ വിഷയത്തിൽ ഉള്ള തർക്കം എന്താണോ അത് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർക്ക് വിഷയങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന നിലക്ക് ഇൽമിയായ പരസ്പരമുള്ള ഒരു ആശയ സംവാദം നടത്താൻ ആണ്, ആ സംവാദം നടത്താനുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയം മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ഇടയിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല വിഷയങ്ങളും. അതിലൊരു വിഷയം മാത്രമാണ് സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്നത്. അതുകൊണ്ട് തന്നെ അബൂ ഇഹ്സാനോട് ഞാൻ ഇന്ന് ഫോൺ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു. ഏതായാലും നമ്മൾ സംവാദ വ്യവസ്ഥ തയ്യാറാക്കാൻ ഇരിക്കുകയാണല്ലോ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 2 സംവാദത്തിനുള്ള വ്യവസ്ഥ തയ്യാറാക്കാം. സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയത്തിൽ സംവാദം നടക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളും ഞങ്ങളും തർക്കത്തിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദ്, തവസ്സുലാകട്ടെ ഇസ്തിഗാസയാകട്ടെ ഏതാകട്ടെ, ഈ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു സംവാദം നമുക്ക് നടത്തിക്കൂടെ? അതിനുള്ള വ്യവസ്ഥ കൂടെ ഇന്നത്തെ വ്യവസ്ഥയിൽ നമുക്ക് തയ്യാറാക്കിക്കൂടെ എന്ന് അബൂ ഇഹ്സാനോട് ഞാൻ ചോദിച്ചിരുന്നു. അദ്ദേഹം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും അനുകൂലമായ സംസാരമാണ് വരുന്നത്, അൽഹംദുലില്ലാ. അപ്പൊ അതുകൂടെ ഈ സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയത്തിൽ വ്യവസ്ഥ തയ്യാറായതിന്റെ ശേഷം ഉണ്ടാകണം എന്ന് മറുഭാഗത്തോട് ബഹുമാനപ്പെട്ട അബൂ ഇഹ്സാൻ അടക്കമുള്ള ആളുകളോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സമയം ഇനി 1 മിനിറ്റ് ബാക്കിയുള്ളൂ എന്നിവിടെ കാണുന്നുണ്ട്. ഏതായാലും അപ്പൊ ഈ ചർച്ചയിൽ, ഈ സംവാദ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്ന എല്ലാ ഉസ്താദുമാർക്കും, ഇരു വിഭാഗത്തിന്റെയും എല്ലാ മാന്യ പ്രവർത്തകർക്കും
എല്ലാവിധ സ്വാഗതവും അറിയിക്കുകയാണ്. അതോടൊപ്പം രണ്ടു വിഭാഗത്തിൽ നിന്നുമുള്ള ഉസ്താദുമാർ വളരെ മാന്യമായ സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. അതിൽ കവിഞ്ഞതൊന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും സ്വയം നിയന്ത്രിക്കണമെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും ഹക്കിനെ ഹക്കായി വെളിച്ചത്ത് കൊണ്ടുവരാനുമുള്ള ഒരു അവസരമായി ഇതിനെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിവാദ വിഷയമായ സ്ത്രീകളുടെ പള്ളിയിൽ പോയിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള അവകാശത്തെ ചൊല്ലി ഇവിടെ ഒരു ചർച്ച നടക്കുകയാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ലാത്ത വിധം ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ലോകത്ത് പല നാടുകളിലും മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഒരുപാട് നാടുകളുണ്ട്. അവിടെയൊന്നുമില്ലാത്ത വിധത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്തരത്തിലൊരു തർക്കം, സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ പാടില്ല, ഹറാമാണ് എന്നുള്ള ഒരു സംസാരം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. കേരളത്തിലെ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് കേരളത്തിലെ EK അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമസ്ത വിഭാഗത്തിലെ അവരുടെ ഇന്റർനെറ്റിലെ ക്ലാസ് റൂമിലെ ആളുകളുമായിട്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. EK അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആ സംഘവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ഇവിടെ നടക്കുവാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി. വളരെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ ദാസികളെ, അല്ലാഹുവിന്റെ അടിയാത്തികളായ ദാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്നും തടയരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും സ്ത്രീകൾ ലാ തംനഉ നിസാഅഹുന്ന മിനൽ മസാജിദി ഇദസ്തഅദനൂകും. അല്ലാഹുവിന്റെ അടിയാത്തികളായ, അതെ, നിങ്ങളുടെ സ്ത്രീകൾ പള്ളികളിലേക്ക് പോകാനുള്ള അവരുടെ അവകാശം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയുവാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള ആശയം വരുന്ന അനവധി ഹദീസുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില സഹോദരങ്ങൾ, ചില പണ്ഡിതന്മാർ ഒരു പുതിയ നിയമം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന് വിരുദ്ധമായി അത് സ്ത്രീകൾ പള്ളികളിൽ പോയി ആരാധനകൾ അർപ്പിക്കുന്നത്, ആരാധനകളിൽ പങ്കെടുക്കുന്നത്, ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടി പള്ളികൾ അനുവദിച്ചിട്ടുള്ള, പള്ളികളിൽ ആരാധന ആരാധന അർപ്പിക്കുവാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള ആളുകളെ, ആ പള്ളികളെ മുനാഫിക്കുകളുടെ പള്ളികൾ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നു, പുത്തൻവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നു. സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അനുവദിച്ച കാര്യം, അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ച കാര്യം വളരെ കൃത്യമായി നൂറുകണക്കിന് ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, അത് ഇവിടെ വളരെ ടൈം ഓവറാണോ?
ശരി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇരു വിഭാഗവും നാം ഇപ്പോ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സംവാദ വ്യവസ്ഥയുടെ ആമുഖം ഇവിടെ കേൾപ്പിക്കപ്പെട്ടു. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാം നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദത്തിലുള്ള ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ, ഏത് വിഷയത്തിലാണ് സംവാദം നടക്കേണ്ടത്, എന്താണ് ഇരു വിഭാഗത്തിന്റെയും വാദം, ഇത് കൃത്യമായി നിർണയിക്കുക. ഇതാണ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് നമുക്ക് എന്താണ് വാദങ്ങൾ, ഇരു വിഭാഗത്തിന്റെയും വാദം എന്താണ് എന്ന ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം, മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഒട്ടനവധി വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. മറ്റൊരുപാട് ഫിഖ്ഹിയായ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ വരണോ വേണ്ടേ എന്നുള്ള വിഷയം തീർച്ചയായും ഒരു ഫിഖ്ഹിയായ വിഷയമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ KICRന്റെ പ്രതിനിധികൾ ഈ മലയാളം റൂമിന്റെ ആളുകളുമായി കൊണ്ട് സംസാരിച്ചു. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ സംവാദം നടത്തിക്കൂടെ ഇതിന് പുറമെ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് എന്റെ വാദം ഞാൻ പറയാം. ഞങ്ങൾക്ക് സുന്നികൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ വാദം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വാദം, സ്ത്രീകൾക്ക് നിസ്കാരം വീട്ടിൽ വെച്ചുകൊണ്ടാണ് പുണ്യകരം. പൊതുവെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. ഇതാണ് സുന്നി പക്ഷത്തിന്റെ വാദം. സ്ത്രീകൾക്ക് വീട്ടിൽ വച്ചാണ് നിസ്കാരം പുണ്യകരം. പൊതുവെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. ഇതാണ് ഞങ്ങൾ സുന്നികളുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ വിഷയത്തിൽ സംവാദത്തിലുള്ള ഞങ്ങളുടെ വാദം. ടൈം ഓവറായിട്ടില്ലെങ്കിൽ ഒരു വിഷയം കൂടി സൂചിപ്പിക്കാനുണ്ട്, ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കണം. ടെക്സ്റ്റിലൂടെ അറിയിച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ്. ആ നിലക്ക് അതിലൊരു സംവാദമാകാമല്ലോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ ഇതിന് ശേഷം എന്നൊരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരിക്കലും ഞങ്ങൾ ആ രൂപത്തിലുള്ള ഒരു പ്രതികരണമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ആദ്യം തൗഹീദ് അതിൽ തീരുമാനത്തിന് ശേഷമാണല്ലോ ആണായാലും പെണ്ണായാലും പള്ളിയിൽ പോകൽ. ആദ്യം തൗഹീദിൽ തീരുമാനമാകണമല്ലോ. ആദ്യം മുസ്ലിമാണോ അല്ലേ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തണം. ആ നിലക്ക് മലയാളം ക്ലാസ് റൂമിന്റെ ആളുകൾ ആ വിഷയത്തിൽ അതിലായിരിക്കും ഒരു മുൻഗണന നൽകുക എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ എന്തായിരുന്നാലും ആ വിഭാഗം തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തയ്യാറാവുകയില്ല എന്ന് ഞങ്ങൾ മുമ്പേ കൂട്ടിയിരുന്നു. ആ അടിസ്ഥാനത്തിൽ തന്നെ, ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിന് ശേഷമാകാം എന്നുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്, ഇവിടെ കേൾക്കാൻ സാധിച്ചത്. പക്ഷേ കൂട്ടത്തിലൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ അബൂ ഹിസാൻ ഈ ആമുഖ പ്രഭാഷണം നടത്തുമ്പോ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമുള്ള വിഷയം എന്നൊരു പരാമർശം ഇവിടെ നടത്തുകയുണ്ടായി. അതേതായിരുന്നാലും സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ. ഇത്രയും കാലം തവസ്സുറിന്റെ പേരിൽ, ഇസ്തിഗാസയുടെ പേരിൽ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുശ്രിക്കാണ്, കാഫിറാണ്, മക്കാ മുശ്രിക്കുകളേക്കാൾ അങ്ങേപ്പുറമാണ്, 4 തവണ കാഫിറാകും എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ മുജാഹിദുകൾ ഞങ്ങളെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ സന്മനസ് കാണിച്ചു എന്നുള്ളതിൽ അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. ടൈം ഓവറായിട്ടുണ്ട്, നിർത്തുകയാണ്. ഞങ്ങളുടെ വാദം ഞങ്ങളിവിടെ കേൾപ്പിച്ചു കഴിഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ
വാദമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ വാദം അബൂ ഇഹ്സാൻ ഇവിടെ വായിക്കും. ഇപ്പോ നമ്മുടെ സഹോദരൻ സംസാരിച്ചു, തൗഹീദും മുസ്ലിമായി പരിഗണിച്ചു, അങ്ങനെ നമുക്ക് അതൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് പിന്നീടാവാം. ഇപ്പൊ നമ്മൾ സ്ത്രീ ജമാഅത്തുമായി ബന്ധപ്പെട്ട സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ. അപ്പൊ നമുക്കിപ്പോ അതിന്റെ വാദം പറയാം. അതുകൊണ്ട് അത്തരം വേടുകൾ നമ്മൾ സുഖകരമായി പോകണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അത്തരം വേടുകൾ ഒഴിവാക്കി തൗഹീദ് നേരത്തെ ചർച്ച ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, നമ്മളിത് തുടങ്ങിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വരാം. അബൂ ഇഹ്സാൻ നമ്മുടെ വാദം വായിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി ഞങ്ങളുടെ വാദം എന്താണ് എന്ന് പറയാം. ഞാനിവിടെ എന്റെ ആമുഖ പ്രഭാഷണത്തിൽ തന്നെ അതിന്റെ ഒരു സൂചനകൾ നൽകിയിരുന്നു. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധനകളിൽ പങ്കെടുക്കുന്നത് തടയാൻ പാടുള്ളതല്ല. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാൻ വ്യക്തമായി എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധനകളിൽ പങ്കെടുക്കുന്നത് തടയാൻ പാടുള്ളതല്ല. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ പോകുന്ന സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയുന്നത് ഹറാമായ കാര്യമാണ്. കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ കേരളത്തിൽ പള്ളികൾക്ക് പഞ്ഞമില്ല. പണ്ടുകൾക്ക് തന്നെ പള്ളികളുണ്ട്, പുതിയതായി നിരവധി പള്ളികളുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നാടൊട്ടുക്കും പള്ളികൾ നിറഞ്ഞതാണ്. പക്ഷേ സമസ്തക്കാരുടെ പള്ളികളിൽ അള്ളാഹുവിന്റെ അടിയാത്തികളായിട്ടുള്ള സ്ത്രീകൾ നമസ്കരിക്കുവാൻ, ആരാധനകൾ അർപ്പിക്കുവാൻ വേണ്ടി അതിനുള്ള സൗകര്യം, അതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഫലത്തിൽ ഹറാമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചില മറ്റു രീതിയിലുള്ള സംസാരങ്ങളിലേക്കാണ് മുജാഹിദുകളുടെ മുന്നിൽ വന്നപ്പോൾ പറയുന്നത്. പിന്നെ അതിനിടയിൽ മറ്റൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. തൗഹീദുമായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ വിമുഖതയുണ്ട് എന്ന്. ഇല്ല, ഒരിക്കലും അങ്ങനെയുള്ള വിമുഖതയില്ല എന്നോട് സൂചിപ്പിച്ച സഹോദരനോട് തന്നെ പറഞ്ഞു. ഇന്ന് നമ്മൾ വാക്ക് പാലിക്കണം. ആ വാക്ക് ഇതാണ്. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്കാവാം, ഇല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച തന്നെ നമുക്ക് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കാവുന്നതാണ് എന്ന് കൃത്യമായി അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സഹോദരന്മാരെ, മുജാഹിദുകൾ ഒരിക്കലും തന്നെ ഏത് വിഷയത്തിലായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും എപ്പോഴും തൗഹീദിന് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത്. മറ്റുള്ള അമലുകൾ മുഴുവൻ ബാത്തിലാകുന്നതാണ് തൗഹീദ് ക്ലിയർ അല്ലെങ്കിൽ. ഞാൻ നിർത്തുകയാണ്, സമയം ഓവറായെങ്കിൽ ഞാൻ മൈക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് മൈക്കിലേക്ക് വരും. അതായത് സംസാരത്തിനിടയിൽ ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് തൗഹീദിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഒരു ബന്ധവുമില്ലാത്ത സംസാരമാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മുടെ ഫോൺ സംഭാഷണത്തിൽ സംസാരിക്കപ്പെട്ടൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് പറഞ്ഞത്. വേണമെങ്കിൽ ഈ വ്യവസ്ഥയിൽ അതിനുവേണ്ടി നമുക്ക് സമയം കണ്ടെത്താം എന്ന അഭിപ്രായപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെ ഇത്രകാലം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സന്തോഷ പ്രകടനം, അത്രമാത്രമേ ഉസ്താദിന്റെ ആ പ്രയോഗത്തെ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഏതായാലും ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ്, ക്രൈസ്താൻ ഷെയ്ഖ് ഉസ്താദ് മൈക്കിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. നമുക്കിവിടെ ഏത് വിഷയത്തിലും മുജാഹിദുകളുമായി തർക്കത്തിലുള്ള ഏത് വിഷയത്തിലും സംവാദത്തിന് ഒരുക്കമാണ്. അത് തന്നെയാണ് തീർച്ചയായും നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അത് കർമ്മ വിഷയങ്ങളാവട്ടെ, വിശ്വാസ വിഷയങ്ങളാവട്ടെ, ഏത് വിഷയത്തിലും ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. പക്ഷേ
ഇവിടെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് സൂചിപ്പിച്ച നിലക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിന് മുൻഗണന നൽകുകയല്ലേ വേണ്ടത് എന്നുള്ള ഒരു വിഷയം മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഏതായിരുന്നാലും ആ ഒരു വിഷയം പുറത്തേക്ക് എടുത്തിട്ടുകൊണ്ട് ഈ ചർച്ചക്കോ ശേഷം ഈ വിഷയത്തിൽ നടക്കാനിരിക്കുന്ന ഒരു സംവാദത്തിനോ തടസ്സമാകരുത് എന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത്തരം ചർച്ചകൾ തൽക്കാലം അവസാനിപ്പിക്കലായിരിക്കും നല്ലത്. കാരണം ഈ വിഷയത്തിൽ സംവാദം നടക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അപ്പൊ ഞങ്ങളുടെ വാദം വായിച്ചു. സ്ത്രീകൾ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് പുണ്യകരം. പൊതുവെ സ്ത്രീ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. ഇതാണ് ഞങ്ങളുടെ വാദം. ഇൻഷാ അല്ലാഹ് ബാക്കി ടൈം കുറച്ചുകൂടി ടൈമുണ്ട്. ആ ടൈമിൽ ബഹുമാനപ്പെട്ട MT ദാരിമി മൈക്കിലേക്ക് വരും, അദ്ദേഹം സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 മിനിറ്റ് കൂടി ഉണ്ട് എന്ന് എഴുതിയ സ്ഥിതിക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയത്തിനനുസരിച്ച് തീരുമാനിക്കാം എന്നുള്ള ഒരു പൊതുധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും സ്ത്രീകൾ ജമാഅത്തിന് പള്ളിയിൽ പോവുക എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വാദം ഇവിടെ കൃത്യമായി നിങ്ങൾ വായിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നമ്മൾ ഒരു സൗഹാർദ്ദപരമായ ചർച്ച എന്ന നിലയ്ക്ക് 2 വാദങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണോ വേണ്ടത്, അതോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ നമ്മൾ പുരോഗതിപ്പെടേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ മലയാളം ക്ലാസ് റൂമിന്റെ പ്രതിനിധി വായിച്ച ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് പോയി ആരാധിക്കാൻ, അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ പോയി ആരാധിക്കുന്നത് തടയാൻ പാടില്ല, അങ്ങനെ തടയുന്നത് ഹറാമാണ് എന്നുള്ള ഒരു വിഷയമാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത തവണയിൽ നമുക്ക് കൂടുതൽ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാം എന്നറിയിച്ചുകൊണ്ട് ഞാൻ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങൾ പറഞ്ഞത് സ്ത്രീകൾ ആരാധനാ കർമ്മങ്ങൾ പള്ളികളിൽ നിർവഹിക്കുന്നതിനെ തടയാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പുണ്യത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ളത്. അപ്പോ തടയാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ 2 ഒന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് അടുത്ത് അതാണ്ട് തീരുമാനാക്കുക, അതാണ്ട് രേഖപ്പെടുത്തുക. സ്ത്രീകൾ ജമാഅത്തുകളിലും മറ്റ് ആരാധനാ കർമ്മങ്ങളിലും ഈ വിഭാഗത്തെ പ്രതിനിധീകരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ നിങ്ങൾ പറയുന്ന വാദം ആ വഴിക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അതാണ് ഇപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വിഷയമുള്ളത് സ്ത്രീകളെ പള്ളിയത്തോട്ട് തടയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തടയുന്നു എന്ന ഞങ്ങൾ ഈ വാദം വാദിച്ചത് അത് തടയാൻ പാടില്ല എന്ന് തന്നെയാണ് നിൽക്കുകയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ ആവാം. ഈ പറ്റോ പറ്റൂലേ എന്ന് തീരുമാനിക്കാതെ പുണ്യത്തിന്റെ കാര്യം ചർച്ച ചെയ്തിട്ട് അതിലത്ര വലിയ കാര്യമുണ്ടെന്ന് ശ്രോതാക്കൾക്ക് ആർക്കും അങ്ങനെ തോന്നില്ല. അപ്പോ പറഞ്ഞ മനസ്സിലാണല്ലോ, പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്നും പാടുണ്ട് എന്നും തർക്കം. അപ്പൊ അതിൽ 2 വിഭാഗവും തെളിവ് നിരത്തേണ്ടത് പാടുണ്ട് എന്നുള്ളവര് അതിനും പാടില്ല എന്നുള്ളവര് അതിനാണ്. പക്ഷെ അപ്പുറത്ത് വേറൊരാൾ പറയുന്നു പുണ്യത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നു. ഇതെങ്ങനെ? അപ്പൊ അതുകൊണ്ട് നമ്മള് പറ്റോ പറ്റൂലേ എന്ന് ആദ്യം ചർച്ച ചെയ്താൽ പോരെ എന്ന ഒരു ചോദ്യമുണ്ട് എന്റെ ഭാഗത്തുനിന്ന്. ഇനി അബൂ ഇഹ്സാൻ മൈക്കിലേക്ക് വന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിലെ വേദികളിൽ ഉയർന്നു കേൾക്കാറുള്ള സമസ്തക്കാരുടെ വാദം സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നത്, ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് ഹറാമാണ് എന്നുള്ളതാണ്. പണ്ട് മുതൽക്ക് അത് തന്നെയാണ് കേട്ടുവരുന്നത്. മാത്രമല്ല സമസ്തക്കാരുടെ പള്ളികളിൽ
ഉത്തമം ഏതാണ്, പുണ്യമുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യാൻ ഉത്തമമുണ്ടോ മറ്റു കാര്യമുണ്ടോ, അതിൽ ഒരു കാര്യം ഉത്തമമാകണമെങ്കിൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാകുമ്പോഴാണല്ലോ ഉത്തമം എന്നുള്ളതും ഉത്തമമല്ലാത്തതും ചർച്ച ചെയ്യപ്പെടുന്നത്. പാലാണോ അതോ പച്ചവെള്ളമാണോ ഏറ്റവും ഉത്തമം എന്ന് ചോദിക്കുമ്പോൾ അവിടെ രണ്ടും അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ രണ്ടും അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലാണ് ഉത്തമം ഏതാണ് എന്നുള്ള ചർച്ച കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ വിഷയത്തിൽ അനുവദനീയമാണോ അതോ ഹറാമാണോ, ഈ ഒരു കാര്യമാണ് നമ്മൾക്ക് ഒന്നാമതായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾക്ക് ഒന്നാമതായി ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മളുടെ വാദം ഇവിടെ ഗഫൂർ അൻവരി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉത്തമമാണോ അല്ലേ എന്നല്ല, പുണ്യകരം അല്ല. വീട്ടിലാണ് പുണ്യകരം, മറ്റത് യാതൊരു പുണ്യവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുണ്യകരം അല്ലാത്തതൊക്കെ ജായിസാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. അത് ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദത്തിൽ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അത് പിന്നെ ഹറാം പുണ്യകരം അല്ലെങ്കിൽ പിന്നെ ഹറാമാണോ കറാഹത്താണോ ജായിസാണോ അതൊക്കെ അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഈ വാദത്തിൽ നിന്നായിരിക്കും നമ്മുടെ സംസാരം. അത് പല ഘട്ടങ്ങളും അതിൽ വരും. പക്ഷെ നിങ്ങളുടെ വാദത്തിൽ ഒന്നും വന്നില്ലല്ലോ. തടയുന്ന വിഷയമല്ലേ നിങ്ങൾ സംസാരിച്ചത്. ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഇവിടെ പോകാൻ പാടുണ്ടോ പാടില്ല എന്ന് തീരുമാനിക്കണം. അത് വെക്ക് നിങ്ങളുടെ വിഷയം. സ്ത്രീകൾക്ക് ഒരാൾ തടയാതിരിക്കട്ടെ, അത് തടയുന്നതല്ല നമ്മുടെ വിഷയം. ഇപ്പോ ശറഇന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീക്ക് ഇതിനു വേണ്ടി പോകുന്നത്, ആരാധനകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടിയോ പള്ളിയിലേക്ക് പോകുന്നത് പുണ്യകരമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതാണെന്നോ അല്ലെങ്കിൽ അത് നിർബന്ധമാണെന്നോ അല്ലെങ്കിൽ സുന്നത്താണെന്നോ നിങ്ങൾക്ക് വാദമുണ്ടോ, അതോ അതില്ല, അതിൽ നിന്നൊക്കെ പിന്മാറിയോ? ഇത് ഹറാമാണെങ്കിലും പോകുമ്പോ തടയണമെന്നും ആർക്കും അധികാരമില്ല എന്നേ നിങ്ങൾക്കിപ്പോ വാദമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പറയണം. അതല്ല നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. തടയാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതല്ല. തടയാൻ പറ്റുന്ന രംഗങ്ങളും തടയാൻ പറ്റാത്ത രംഗങ്ങളൊക്കെ ഉണ്ടാവാം. അതല്ല ഇവിടുത്തെ വിഷയം. പ്രധാന വിഷയം സ്ത്രീകൾക്ക് പോകാൻ പറ്റുമോ പറ്റില്ല എന്ന് തീരുമാനിക്കലാണ്. അത് പുണ്യമുണ്ടോ പുണ്യമില്ല എന്ന് തീരുമാനിക്കല. ഹറാമാണോ ജായിസാണോ അതിൽ നിന്നുകൊണ്ട് ഇപ്പോ അബു ഹസ്സാൻ പറയുമ്പോ തന്നെ അത് പറഞ്ഞു. അത് പറ്റുമോ പറ്റില്ല എന്നല്ലേ ചർച്ച ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. പിന്നെന്താ തടയലിലേക്ക് പോകുന്നത്? നമ്മുടെ വിഷയം കൃത്യമായി സംസാരിക്കണമെങ്കിൽ നമുക്ക് പിന്നെ എന്തൊരു വിഷയം ചോദിക്കുമ്പോഴും തടയുന്നതിനെ പറ്റി ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയേണ്ടി വരില്ലേ? അങ്ങനെ പറ്റില്ലല്ലോ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മത്തിൽ നിന്ന് സംസാരിക്കൂ. സ്ത്രീകൾക്ക് പോകുന്നതിൽ പുണ്യമുണ്ടോ ഇല്ലയോ, അത് ഹറാമാണോ ജായിസാണോ സുന്നത്താണോ, എന്താണ് നിങ്ങൾക്ക് അതിലുള്ള വാദം? അതിനനുസരിച്ചല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തന്നെ പോകാൻ പറ്റുമോ ഹറാമാന്ന് സമസ്തക്കാർ പറയുന്നു. നിങ്ങൾ പറയുന്നത് എന്താ? അത് അതിനനുസരിച്ച് നിങ്ങൾ അതിനൊരു കാര്യം ഒരു മുദ്ദ അതിനനുസരിച്ച് പറയൂ, വാദം അതിനനുസരിച്ച് പറയൂ. വിഷയം മറ്റൊരുത്തിലേക്ക് തടയുന്ന വിഷയത്തിലേക്ക് പോകാൻ പറ്റുമോ? തടയുമ്പോൾ തന്നെ എങ്ങനെ തടയാൻ പറ്റുന്നതിലേക്കല്ലേ അങ്ങനെ ചർച്ച പോവുക. അത് ശരിയായി ആവുകയില്ല. നിങ്ങളുടെ വാദം നമ്മുടെ അടിസ്ഥാന വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. നമ്മൾ അടിസ്ഥാന വിഷയത്തിൽ നിന്ന് പറഞ്ഞു പുണ്യകരമല്ല, അഫ്ളൽ അല്ല എന്നല്ല, ഉത്തമം എന്നല്ല. നിങ്ങൾ കേട്ടോടുത്ത് പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണയാണത്. നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പറയുമെന്ന് കരുതിയതാ. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് പുണ്യകരം അല്ല. പള്ളിയിൽ പോകുന്നതിൽ യാതൊരു പുണ്യവും ഇല്ല. പുണ്യമില്ലേ പിന്നെന്താന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് പറയും. ചിലപ്പോൾ ഹറാമുള്ള രംഗങ്ങളുണ്ടാവും, കറാഹത്തുള്ള രംഗങ്ങളുണ്ടാവും. അതൊക്കെ ഞങ്ങൾ അപ്പൊ പറയും. അത് പറയേണ്ട രംഗമല്ല ഇത്. ഞങ്ങളുടെ മുദ്ദ ഇതാണ്. അടിസ്ഥാന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തും ചോദിക്കാവുന്ന മുദ്ദയാണ് വളരെ വിശാലമായിട്ട് ഞങ്ങൾ തന്നിട്ടുള്ളത്. എന്നതുപോലെ അടിസ്ഥാന വിഷയവുമായി ചോദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മുദ്ദ നിങ്ങൾ പറയണം. തടയാൻ പറ്റുമോ? അത് തടയുമ്പോ എങ്ങനെ തടയണം? അതിന് പോലീസിനെ വിളിക്കാൻ പറ്റുമോ? ഇതൊക്കെ ആവില്ല പിന്നത്തെ ചർച്ച. തടയുക എന്നതിന് മുമ്പ് സ്ത്രീകൾ പോകുന്നത്, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത് പുണ്യകർമ്മമാണോ അല്ലേ, അല്ലെങ്കിൽ ഹറാമാണോ അല്ലേ, അല്ലെങ്കിൽ സുന്നത്താണോ അല്ലേ? ഇതെന്താ നിങ്ങൾ പറയാത്തത്? അതൊരു കൃത്യമായൊരു മുദ്ദ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാവുന്ന വിധത്തിൽ നിങ്ങൾ മുദ്ദ സ്ഥിരപ്പെടുത്തണം. എങ്കിലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ തടയുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച അതിലേക്ക് എഴുതി പോയാൽ അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ അടിസ്ഥാന വിഷയത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം. അതിനനുസരിച്ച് മുദ്ദ വരികയും വേണം. ഞങ്ങൾ മുദ്ദ അങ്ങനെയാണ്, ഞങ്ങളുടെ വാദം അങ്ങനെയാണ് ശരിപ്പെടുത്തിയിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നിങ്ങളുടെ മുദ്ദയം. അല്ലാതെ ഞങ്ങളൊരു വിഷയം പറയാ, അതല്ല ഇവിടുത്തെ വിഷയം. സ്ത്രീകൾക്ക് പോകേണ്ടതുണ്ടോ പോകേണ്ടതില്ലേ? ഒരാൾ തടയുന്നില്ല എന്ന് കരുതിയിട്ട് സ്ത്രീ പോണ്ടേ? അത് ഇവിടുത്തെ വിഷയമല്ലേ? അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതല്ലേ? അത് ഇവിടെ തടയുന്നതിനെ പറ്റി മാത്രമേ ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിവാകാമല്ലോ. അത് പറ്റില്ല.
അസ്സലാമു അലൈക്കും. നിങ്ങളുടെ വാദത്തെ അറബി ഭാഷയിൽ മുദ്ദ എന്ന് പറയുകയും എന്നിട്ട് ഞങ്ങളുടെ മുദ്ദയൊക്കെ ഒത്തിച്ചാവണം നിങ്ങളുടെ വാദം എന്ന് പറയുക, അതൊന്നും ശരിയല്ലല്ലോ. നമ്മൾ രണ്ടുകൂട്ടർക്കും ഒരു ഒക്കുന്ന യോജിപ്പിന്റെ ഭാഗത്തേക്ക് പോവുക. ഞങ്ങളുടെ മുദ്ദയൊക്കെ ഒക്കണം നിങ്ങളുടെ വാദം, അങ്ങനെ പറയണ്ട. ഓരോരുത്തരുടെയും വാദം എന്താണെന്ന് അവര് പറയും. അപ്പൊ പിന്നെ അവിടെ തടയട്ടെ തടയാതിരിക്കട്ടെ, തടയലൊന്നൊരു വിഷയമല്ല. അള്ളാന്റെ റസൂലിന് അതൊക്കെ വലിയ വിഷയമായിരുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞ് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിമസ്ത്രീകളെ നിങ്ങള് അള്ളാന്റെ ഭവനങ്ങളെ കൊണ്ട് തടയരുത്. നബിക്ക് അതൊക്കെ വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷയമായി വരുന്ന കാര്യങ്ങളൊക്കെ ഈ പാവപ്പെട്ട ഞങ്ങൾക്കും അത് വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് മർമ്മമാക്കിയത്. നിങ്ങൾക്ക് അതൊന്നും ചിലപ്പോൾ മർമ്മമാവൂല. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷയമാകുന്നത് ഞങ്ങൾ അതിനെ വലിയ വിഷയമാക്കുകയും അത് മർമ്മമായി കാണുകയും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനെ തടയുന്നു. ഈ തടയുന്ന പരിപാടി ഇവിടെ നടന്നു. തടയട്ടെ തടയാതിരിക്കട്ടെ, നമ്മുടെ വിഷയം എങ്ങനെയാണ്? തടയട്ടെ തടയാതിരിക്കട്ടെ. തടഞ്ഞാൽ ഇങ്ങനെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ തടയരുത്, ഹദീസ് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പുണ്യത്തിന്റെ കാര്യമൊന്നും അറിയില്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ പള്ളിയിൽ ചെന്നിട്ടല്ലേ അവിടെ ഉള്ളത് പുണ്യണ്ടോ പുണ്യല്ലേ എന്ന് പറയാം. പെണ്ണ് പള്ളിയിലേക്ക് തന്നെ പോകാൻ പറ്റൂല എന്ന് പറയുന്നു, എന്നിട്ടല്ലേ അതിന് ശേഷമല്ലേ ഈ ചർച്ച വരുന്നത്? അപ്പൊ ഇവിടെ പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ, അവരോട് റസൂലുള്ള പറയുന്നു നിങ്ങൾ തടയരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. തടയും എന്ന് പറഞ്ഞവരെ സഹാബാക്കൾ ചീത്ത പറയുകയും ആക്രമിക്കുക വരെ ചെയ്തതായി നമുക്ക് ഹദീസിൽ കാണാം. ഉമറുൽ ഫാറൂഖിന്റെ ഭാര്യ പറഞ്ഞു നബിന്റെ വാക്കുകൊണ്ടാണ് മൂപ്പരിനെ തടയാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ തടയൽ ഞങ്ങൾക്ക് വിഷയമാണ്. ഞങ്ങൾക്ക് മണിക്കൂറോളം പ്രസംഗിക്കാൻ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, പെണ്ണിനെ തടയരുതേ എന്ന് പറഞ്ഞ്. തടയുന്നതിന്റെ ഹുക്കുമും ഞങ്ങൾക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് പറയാനുണ്ട്. അതുകൊണ്ട് തടയല് വിഷയമല്ലാതെ ആക്കി മുദ്ദ എന്നുള്ള അറബി വേർഡ് പറഞ്ഞ് അങ്ങനെ പോകുന്നത് ഒരു സുഖമാവില്ല നമ്മുടെ ഈ പ്രോഗ്രാമിന്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, വിഷയത്തിന്റെ മർമ്മം റസൂലുള്ള പറഞ്ഞ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അവിടേക്ക് വരണമെന്ന് ഉണർത്തുകയാണ്. ടൈം ഓവറായിട്ടുണ്ടോ? ഓറായോ? ഞാൻ വൈകിട്ട് ഇവിടെ ഒരു അനാവശ്യമായ ഒരു വാദം എടുത്തിട്ട് കണ്ട് വെറുതെ സമയം കളയാനാണ് ഈ അബൂവൈസും മറ്റുള്ളവരൊക്കെ ശ്രമിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ ഇപ്പൊ നിർവാഹമില്ലാതെ. ഇവിടെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ടല്ലേ പുണ്യം നോക്കേണ്ടതുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പുണ്യം ഉണ്ടെങ്കിലല്ലേ പെണ്ണുങ്ങൾ പോകുള്ളൂ. ഇവിടെ പെണ്ണുങ്ങളെ തടയുന്ന, ഇവിടെ നമ്മുടെ നാട്ടില് പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയുക എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. കാരണം പെണ്ണുങ്ങളാരും പള്ളിക്ക് പോകാറില്ല. നിങ്ങൾ വന്നതിന് ശേഷം പെണ്ണുങ്ങളെ തൊളിച്ച് കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്. കേരളത്തിലുള്ള ആയിരക്കണക്കായ സുന്നി പള്ളികളിൽ പെണ്ണുങ്ങൾ പള്ളിക്ക് വരുന്നുണ്ടോ? കാരണം പുണ്യം ഉണ്ടെങ്കിലേ പോകേണ്ടതുള്ളൂ. പോയിട്ടല്ലേ പുണ്യം ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കല്ലേ ചെയ്യുക. ആദ്യം വിഷയം പഠിക്കും. ചെറുപ്പത്തിലെ ഒരു സ്ത്രീ താൻ പള്ളിയിൽ പോയി നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ എന്നുള്ളത് ആ സ്ത്രീക്ക് മസ്അല പഠിക്കും. അങ്ങനെ മസ്അല പഠിച്ചിട്ട് അതിന്റെ പുണ്യം മനസ്സിലായെങ്കിലേ ഒരു പെണ്ണ് പള്ളിയിൽ പോവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കാലം 1400 കൊല്ലക്കാലം കേരളത്തിൽ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാത്തത്. അവര് എല്ലാവരും കൂടി കൂട്ടം കുത്തിയിട്ട് പള്ളിയിൽ വന്നപ്പോൾ തടഞ്ഞപ്പോൾ നിർത്തിയതല്ല. അവർക്ക് പുണ്യമില്ലാന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് പോകാതിരുന്നതാണ്. അവിടെയാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വിശദീകരണത്തിൽ സംഭവിച്ച ഫാൾട്ട് നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണം. അതായത് പോയിട്ടല്ലേ പുണ്യം നോക്കേണ്ടതുള്ളൂ എന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. ളുഹ്ർ നിസ്കാരത്തിന് പുണ്യമുണ്ട്, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് നിർബന്ധമായ ഒരു കർമ്മമാണെന്ന് അറിയുമ്പോഴാണ് ളുഹ്ർ നിസ്കരിക്കുക. നിസ്കരിച്ചിട്ടാണോ അത് പുണ്യം കിട്ടുമെന്നുള്ള അങ്ങനെയല്ല നോക്കുക. എന്നതുപോലെ പെണ്ണുങ്ങൾക്ക് പുണ്യം ഉണ്ടെങ്കിലേ പള്ളിയിൽ പോകുള്ളൂ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. സ്ത്രീകൾക്ക് വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യകരം. അവർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ പുണ്യമില്ല. പിന്നെ പുണ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ പോകുന്നത്? പിന്നെ തടയുന്ന പ്രശ്നമാണ് പറഞ്ഞത്. കേരളത്തിലെ പെണ്ണുങ്ങൾ പള്ളി പോവാറില്ലല്ലോ. തടയാന് ആര് തടയുന്നാണ് ഈ പറയുന്നത്? ആർക്ക് തടയൽ ഹറാമാണെന്നാണ് നിങ്ങൾ പറയുന്നത്?
ഒരു അവ്യക്തമായ ഒരു വാദപ്രതിവാദത്തിലൊക്കെ ആകുമ്പോൾ ഒരു വ്യക്തത വരുത്തണ്ടേ നിങ്ങളെ വാദത്തിന്? എത്ര കൃത്യമായ വാദമാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹി ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അതിന്റെ ബാക്കി കൂടി വായിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് വീടാണ് ഉത്തമം. പെണ്ണുങ്ങള് പള്ളിയിൽ വരട്ടെ എന്ന് ചോദിച്ച പെണ്ണുങ്ങളോട് നിങ്ങൾ ഇവിടെ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിച്ചാൽ മതി. ഇങ്ങനെ എത്രങ്ങാനും സംഭവങ്ങളുണ്ട്, എത്ര ഹദീസുകൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പുണ്യുണ്ട് എന്ന് അറിയുമ്പോഴാണ് പോകേണ്ട പ്രശ്നം വരുന്നുള്ളൂ, പോകുമ്പോഴാണ് പിന്നെ തടയേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പുണ്യമുണ്ടോ ഇല്ലേ. പുണ്യമുണ്ടെങ്കിൽ അവർ പോകണം. പോകുമ്പോൾ അവരെ തടയാൻ പറ്റുമോ പറ്റൂലേ? പുണ്യമുള്ളൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ തടയാൻ പറ്റുമോ പറ്റൂലേ? അത് മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ അടിസ്ഥാന വിഷയത്തിന് വ്യതിചലിച്ച് പോകരുത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം വളരെ കൃത്യമാണ്. സ്ത്രീകൾക്ക് വീടുകളിൽ വെച്ച് നിസ്കരിക്കലാണ് പുണ്യം. പൊതുവിൽ സ്ത്രീകൾ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നതിൽ ഒരു പുണ്യവുമില്ല. കേരളത്തിൽ ആ അടിസ്ഥാനത്തിൽ ആണ് പെണ്ണുങ്ങൾ ആരും പള്ളി പോവാറില്ല. അത് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് അതിന് 2 വർഷം മുമ്പ് മരിച്ചുപോയൊരു പെണ്ണാണല്ലോ ആദ്യമായിട്ട് കേരളത്തിൽ പള്ളി പോയതെന്ന് നിങ്ങളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവര് ഇത് പുണ്യമില്ല എന്ന് മനസ്സിലാക്കി പെണ്ണുങ്ങൾ പള്ളി പോകുന്നില്ല. പിന്നെന്തിനാ അവരെ തടയുന്നൊരു പ്രശ്നം ഇവിടെ മലയാളികൾക്കിടയിൽ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം അടിസ്ഥാനം കിടക്കുന്ന അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചർച്ച. എന്താണ് നമ്മുടെ ചർച്ച? പുണ്യമുണ്ടോ ഇല്ലേ? പള്ളികളിൽ അവർക്ക് ഒരു പുണ്യവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തമ്മിലോ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹി എന്ന് നിങ്ങൾ ഓതി വെച്ച ഹദീസ് വെച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ഗണിച്ചോളൂ. അപ്പൊ ഗണനത്തിന്മേൽ ഗണനങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് നടത്തും. അതിനല്ലേ നമ്മുടെ സംവാദം ഇവിടെ നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട മുഴുവൻ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വിഷയത്തിലേക്ക് നിങ്ങൾ അടിസ്ഥാനപരമായ വിഷയങ്ങൾ, ഇത് മറ്റേത് അടിസ്ഥാനപരമായ വിഷയം നമ്മളിപ്പോ ഏതായാലും തൗഹീദ് എന്നുള്ള അടിസ്ഥാന വിഷയത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റിവെച്ചു. ഇനി ഈ ജമാഅത്ത് എന്നുള്ള വിഷയത്തിലുള്ള അടിസ്ഥാനത്തിൽ നിന്നും നമ്മൾ എന്തിനാണ് പുറകോട്ട് പോകുന്നത്? അപ്പൊ പുണ്യമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുമ്പോഴാണ്, എന്റെ ടൈം ഓവറായ നിങ്ങൾ എഴുതി കാണിക്കണം, പുണ്യമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം ഉണ്ടാകുമ്പോഴാണ് പോകേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച വരിക. അപ്പോ പുണ്യമുണ്ടോ, ഉണ്ടെങ്കിൽ പോകും, പോയിട്ടാണ് പിന്നെ പുണ്യം നോക്കേണ്ടത് എന്ന അബൂവൈസിന്റെ ആ ഒരു പ്രസ്താവന, അത് ഒരു തികഞ്ഞ വിഷയവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നില്ലേ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിച്ചു പോവുകയാണ്. ഞാൻ ആക്ഷേപിക്കല്ല, ടൈം ഓവർ ആയതുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ വിഷയം വളരെ കൃത്യമാണ്. അസ്സലാമു അലൈക്കും. ഈ ബുയൂത്തുന്ന ഹൈറുല്ലൊക്കെ അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ തടയരുത് എന്നുള്ള ഈ വിഷയം അനാവശ്യമാണ് എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് എന്റെ സുഹൃത്തിനോട് വീണ്ടും ആവർത്തിക്കുക. കാരണം എന്തായാലോ, നിങ്ങളൊക്കെ വലിയ ആദരിക്കുന്ന തഖ്ലീദ് ചെയ്യുന്ന മുജ്തഹിദായ ഇമാം ഷാഫിക്ക് പോലും ഞങ്ങൾ പറയുന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ഈ പറഞ്ഞ ഹദീസൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് വൈദാ ഷഹീദൻ നിസാഉൽ ജമാഅത വൽ ഈദൈനി വശഹീദൽ അബീദ് വൽ മുസാഫിറൂന ഫഹും കൽ അഹ്റാരിൽ മുഖീമീൻ. മുഖീമീങ്ങളായ ഹുർറുകൾ പള്ളിയിലും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ പങ്കെടുത്താൽ ഓർക്ക് ഒരു പുണ്യമല്ല അല്ലേ? മുഖീമീങ്ങളായ സ്വതന്ത്രരായ ആളുകള് ജമാഅത്തിൽ പങ്കെടുത്താല്, അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്താല് അവിടെ ഒരു പുണ്യമില്ലേ? അപ്പൊ ഏതായാലും പുണ്യത്തിന്റെ വർത്താനത്തിൽ അങ്ങോട്ട് പോകണ്ട. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാം, സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുന്നു. അത് പറയുന്ന അവിടെ പുണ്യമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, അതൊക്കെ ഇപ്പൊ അടുത്ത് തുടങ്ങിയ ചർച്ച. ഫിത്തനക്കേന്ന് പറയല്, അതുപോലെ വേറെയും ചില ഉദ്ധരണികളൊക്കെയാണ് പറയല്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാം, സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ, ആരാധനകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് കുറെ കാലമായി നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, പല ഗ്രൂപ്പുകളും. ഞങ്ങൾ വന്നതിന് ശേഷമാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത്, പെണ്ണ് പള്ളി പോലെ ഞങ്ങൾ വന്നതിന് ശേഷമാണ്. ഇപ്പൊ ഇമാം ഷാഫിയൊക്കെ ഇപ്പോ 1921 ശേഷം വന്നാണോ? അദ്ദേഹത്തിന്റെ ഉമ്മിലല്ലേ അദ്ദേഹം പറഞ്ഞത് അഹ്റാർ സ്ത്രീ പുരുഷന്മാരെ പോലെ സ്വതന്ത്രരായ മുഖീമീങ്ങളെ പോലെയാണ് സ്ത്രീകൾ ജമാഅത്തിൽ അവർ പങ്കെടുത്താൽ. അതുപോലെ തന്നെ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര് 1921 ശേഷം വന്നവരാ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും അതുപോലെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പള്ളിയിൽ ഇത്തികാഫിരുന്ന ഹദീസിലെ മുസ്ലിമിൽ കാണുമല്ലേ? അവരൊക്കെ ബുയൂത്തുവിന്റെ ഖൈറുല്ലഹുന്ന കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വന്നതിന് ശേഷമാണ് സ്ത്രീകൾ പള്ളിയിൽ പോയത്. റസൂലുള്ളാഹിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ ക്ഷീണം വരുമ്പോ പിടിക്കാൻ പള്ളിയിൽ ഒരു കാര്യം എത്തിയിരുന്നു, നിസ്കരിക്കുമ്പോ ക്ഷീണം
അല്ലെ? സൈനബ റളിയല്ലാഹു 920 ശേഷം വന്ന അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണം. നമ്മൾ ഈ വിഷയത്തിന്റെ വ്യവസ്ഥകൾ നല്ല രൂപത്തിലാക്കാൻ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയാൻ പറ്റൂല എന്ന് നമ്മളെ വാദങ്ങൾ അംഗീകരിക്കാനും ഓക്കെ. സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയാൻ പറ്റൂല എന്ന വാദം നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെയാണെങ്കിൽ ഓക്കെ. പിന്നെ സ്ത്രീക്ക് പള്ളിയിൽ നമസ്കരിച്ച പുണ്യമുണ്ടോ ഇല്ലേ അത് ഞങ്ങൾ ശരിക്ക് പറഞ്ഞു തരാം. ഈ വാദം നമുക്ക് ശരിയാക്കാം. ഒരു വിഭാഗം പള്ളിയിലേക്ക് കൊണ്ടാൻ പറഞ്ഞു, പള്ളി പെണ്ണ് വരുന്ന പള്ളി മുനാഫിക്കിന്റെ പള്ളിയാണ് എന്നൊക്കെയാണ് ചില മൂല്യന്മാര് പറയല്. വളരെ രൂക്ഷമായി വിമർശിക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ റസൂലുള്ളാന്റെ ഹദീസ് ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ്, അള്ളാന്റെ അടിമ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞ ഹദീസ് വളരെ കൃത്യമാണ്. ആ തടയരുത് എന്ന് പറഞ്ഞ ബുയൂത്തുന്ന ഖൈറുല്ലഹുന്നോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷാഫിമാവിനോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും കൂടി ഓർത്തിട്ട് വേണം. അപ്പൊ അതുകൊണ്ട് തടയാൻ പറ്റില്ല അത് രണ്ടോട്ട് ഓർത്തെങ്കിൽ അങ്ങനെ ആക്കാം. അസ്സലാമു അലൈക്കും. ഇവിടെ സുഹൃത്തെ പള്ളിയെ തൊട്ട് തടയുന്ന വിഷയങ്ങളൊക്കെ ഇതിന്റെ ചർച്ചയിൽ വരുന്ന വിഷയം തന്നെയാണ്. അത് വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അതിനെ മെയിൻ വിഷയമാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ മറ്റു വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരാൾ തടയാത്ത സമയത്തും ഈ സ്ത്രീ പോകുന്നത് എന്ത് ആരും തടയുന്നില്ല. എന്നാൽ തന്നെ ഈ സ്ത്രീ പോകുന്നത് എന്ത്, പോകുന്നതിന്റെ വിധി എന്ത്, പോകുന്നത് സുന്നത്താണോ ഹറാമാണോ, ഇതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അതും കൂടി ചർച്ച ചെയ്യാൻ വെറും ഈ ഒരു തടയൽ എന്നത് മുഖ്യ വിഷയമാക്കി എടുക്കരുത്. അത് പിന്നെ അതിന് അഹമിയത്തില്ല എന്നോ അത് പ്രധാനപ്പെട്ടതല്ല എന്നൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനെ അല്ല മൗദൂ ആയി വിഷയത്തിന്റെ കാതലായി എടുക്കേണ്ടത്. അതും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഇതായി എടുത്തെങ്കിലേ ഈ മുനാദറക്ക് അർത്ഥമുള്ള, ഈ വാദപ്രതിവാദത്തിന് അർത്ഥമുള്ള. പിന്നെ ഞങ്ങളെ അറബി പറയുമ്പോൾ നമുക്ക് പേടിയുണ്ടെങ്കിൽ മലയാളം പറയാം, അത് പ്രത്യേകം പറഞ്ഞാൽ മതി. മുദ്ദ എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപിക്കുന്നത് കണ്ടു. അപ്പോ പിന്നെ ഇപ്പോ ഇവിടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ് തയ്യാറാക്കുന്നത്. ഹദീസും അതുമായി ബന്ധപ്പെട്ടതും അതിന് അയിമ്മത്ത് പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞതും ഒക്കെ മുനാദറയിലാണ് പറയേണ്ടത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വാദം എന്താണ്. നിങ്ങളുടെ വാദം വെറും ഈ ഒരു തടയലിൽ മാത്രം നിൽക്കുന്നതാണോ, അതല്ല മൊത്തം സ്ത്രീകൾ തടയുന്ന സമയത്ത് അല്ലെങ്കിൽ തടയാത്ത സമയത്ത് ഒരാൾ തടഞ്ഞു അപ്പോൾ പോകുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. തടയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അങ്ങനെ തടഞ്ഞത് തെറ്റാവട്ടെ ശരിയാവട്ടെ, ഒരു പക്ഷെ തെറ്റാവാം അല്ലെങ്കിൽ ശരിയാവാം. ആ തടഞ്ഞതിന് ശേഷവും പെണ്ണ് പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ തടയുന്നതിന് മുമ്പ് പോകുന്നത് എന്താണ്, ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു വാദം നിങ്ങൾ പറയണം. ആ വാദം ഞങ്ങളുടെ വാദത്തിൽ നിന്ന് ഹറാമി പറയേണ്ടത് കൃത്യമായ ഹറാമി എന്ന് തന്നെ ഞങ്ങൾ പറയും. അതിലൊന്നും യാതൊരു ഇതൊക്കെ പറയായി സ്ത്രീയുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വാദം നിങ്ങൾ പറയൂ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള സമയം എം ടി ഉസ്താദ് ഗഫൂർ അൻവരിയെ വരും. ഹലോ, ഇവിടെ ഇബാറത്തുകളോ ഹദീസുകളോ വായിക്കേണ്ടുന്ന സന്ദർഭമല്ല. പക്ഷെ എന്നാലും ചില ചുണ്ടൻ തുണ്ടം ഹദീസുകളും ഇബാറത്തുകളൊക്കെ വായിച്ച് ഇത് കേൾക്കുന്ന ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണോ നടക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്, അങ്ങനെ ആലോചിക്കുകയാണ്. കൽ അഹറാറിൽ മുഖീം എന്ന ഒരു ഇബാറത്തൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെതായി ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. സഹോദര, ഈ കൽ അഹറാറിൽ മുഖീം എന്ന് പറഞ്ഞാൽ ഒരു കാഫില്ലേ? അവിടെ ഒരു കാഫില്ലേ? മുദ്ദ എന്നൊരു വാക്ക് കേട്ടപ്പോഴത്തേനും നിങ്ങൾക്ക് എന്തോ ഒരു ഭയം തോന്നി. നിങ്ങൾക്ക് എന്താ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലേ? കൽ അഹറാറിൽ മുഖീം, ആ ഒരു കാഫുണ്ടല്ലോ അവിടെ. ആ കാഫ് എന്താണ്? ആ കാഫിന്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള വജ്ഹു ശബഹ് ഏതായിരുന്നാലും ഞാൻ അത്തരം വിഷയങ്ങൾ ഇവിടെ സംസാരിക്കുകയല്ല. അതൊക്കെ സംവാദത്തിൽ വിശദീകരിക്കേണ്ടുന്ന കാര്യമാണ്. കൽ അഹറാറിൽ മുഖീം എന്ന് പറഞ്ഞാൽ സഹോദരൻ ഇവിടെ ഉന്നയിച്ചത് കൊണ്ട് മാത്രം പറയാണ്, അത് പുണ്യത്തിന്റെ കാര്യമല്ല. കൽ അഹറാറിൽ മുഖീം, മുഖീമീങ്ങളാകുന്ന അഹറാറിനെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വിഷയത്തിൽ എന്നൊരു വജ്ഹു ശബഹിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അതൊന്നും അറിയാത്തവരും കാണാത്തവരും മനസ്സിലാക്കാത്തവരുമല്ല ഞങ്ങൾ. പിന്നെ ഞാൻ തീർച്ചയായും ഞാൻ സംശയിക്കുന്നു, ഇവിടെ ഞങ്ങളുടെ വാദം ഒരു പുണ്യവുമില്ല എന്നാണ്. ഒരു പുണ്യവുമില്ലെങ്കിൽ പിന്നെ എന്ത്? ഞങ്ങളിവിടെ വ്യക്തമാക്കിയല്ലോ, ചിലപ്പോൾ ഹറാമാകും, ഹറാമ് വരെ ആകാൻ സാധ്യതയുള്ള അഥവാ പള്ളിയിൽ പോയിക്കൊണ്ട്, സ്ത്രീകൾ പള്ളിയിൽ പോയിക്കൊണ്ട് ഇബാദത്തുകൾ നിസ്കാരം നിർവഹിക്കുക എന്നതിൽ ഒരു പുണ്യവുമില്ല. പിന്നെ നിങ്ങൾ പുണ്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ സാക്ഷാൽ ജമ്മിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഴുതിയിട്ടുണ്ട്,
സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി ജുമഅകളിൽ പങ്കെടുക്കൽ ഒരു സുന്നത്തുമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ചത് കൊണ്ടാവാം നിങ്ങൾ ഈ പുണ്യത്തെക്കുറിച്ചൊന്നും പറയാതെ തടയാൻ പാടില്ല, ഹറാമാകുന്നു എന്ന് പറയുന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. അപ്പൊ ഏതായാലും നേരത്തെ സംസാരിച്ച ആള് വളരെ കൃത്യമായി പറഞ്ഞു, തടയുന്നതും തടയാതിരിക്കുന്നതും വിഷയമല്ല, അത് പ്രശ്നമേ അല്ല. അറബിയിലല്ലാതെ നമ്മൾ മലയാളത്തില് തടയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ആ തടയുന്നത് ആത്മീയത്തുണ്ട്, ആത്മീയത്ത് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ഏതായാലും തടയുന്നതിനെ സംബന്ധിച്ച് അതൊരു വിഷയമാണ് എന്ന് ഇപ്പൊ സ്വൽപ്പാൽപ്പം മനസ്സിലാവുന്നു. അത് വലിയ വിഷയം തന്നെയാണ്. മഹാനായ ഇമാം നവവിയൊക്കെ പറഞ്ഞെന്താ, തടയണമെങ്കിൽ അതിന് നിശ്ചിത ഷർത്തുകളൊക്കെ ഉണ്ട് അല്ലെ. ലാക്കിൻ ബിശുറൂത്തിൻ അല്ലെ, അന്നാ ലാ തംനഉൽ മസ്ജിദ ലാക്കിൻ ബിശുറൂത്തിൻ എന്ന് ഇമാം നവവി പറഞ്ഞായിട്ട് അദ്ദേഹത്തെ ശറഹ് മുസ്ലിം നോക്കിയാൽ കാണാം അല്ലെ. അപ്പൊ തടയണം, അതുപോലെ തടയണ്ടേ, അതുപോലെ അവിടെ ഷർത്തുണ്ടോ ഇല്ലേ എന്നൊക്കെ നല്ല ചർച്ച ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ പെടുത്താൻ പറ്റുന്നൊന്നുമല്ല, അത് വലിയ വിശാലമായ കാര്യം തന്നെയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് പിന്നെ നമ്മുടെ സഹോദരന് മലയാളത്തിൽ പറഞ്ഞെടുത്ത് നോക്കുമ്പോ ശരിക്ക് ബോധ്യമായിട്ടുണ്ട്, പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല എന്നുള്ളതിന് ആത്മീയത്തുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും ആത്മീയത്തിന്റെ അതായത് അത് മുഖ്യമായൊരു വിഷയം തന്നെയാണ്. അഹമ്മ് അല്ലെ, മുഖ്യമായൊരു കാര്യം തന്നെയാണത്. ആ മുഖ്യമായ കാര്യമാണ് ഞങ്ങൾ വാദമായിട്ട് ഇട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സഹോദരൻ പറഞ്ഞില്ല, ആദ്യം സംസാരിച്ച ആൾ പറഞ്ഞ നല്ല കാര്യമാണ്, മുഖ്യമായ വിഷയം തന്നെയാണ്. ആ തടയുന്നത് എങ്ങനെ, എന്ത് അവസ്ഥയിൽ, ഏത് രൂപത്തിൽ, എന്തൊക്കെ ഷർത്തുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വിശദമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. അതുകൊണ്ട് അവിടെ നമ്മൾ ചർച്ച ചെയ്യാം. പിന്നെ നമ്മുടെ സഹോദരന്മാരിൽ കാഫ് ഉണ്ട്, അവിടെ വജ് ശബ ഉണ്ട്. അവിടെ ഇമാം ഷാഫി തൊട്ടപ്പുറത്ത് ഒഹിബു എന്നൊക്കെ പറഞ്ഞാല് എന്താ, പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതോടുകൂടെ ഇതിനോട് ചേർത്ത് ഇമാം ഷാഫി പറഞ്ഞ കൂടി വായിക്കുമ്പോ നിങ്ങളെ കാഫ് എന്തിലാ കൊണ്ടുപോയി വെക്കുക? കാഫുമ്മി അലിഫുമ്മി ലാവമ്മിയൊക്കെ ഇരുന്ന് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതിന് അവർക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടും എന്ന് തന്നെ ഇമാമുകളുടെ ഉദ്ധരണികളിൽ നിന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ തടയുന്നതുമൊക്കെ തൊടാത്തത്. തടയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഞങ്ങളുടെ വാദം ഇതാണ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ തടയാൻ പാടില്ല, അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനെ തടയാൻ പാടില്ല. അത് കുറ്റകരമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ സഹോദരന് ഇപ്പൊ മനസ്സിലായല്ലോ, അത് അഹമ്മാണ്, മുഖ്യമായൊരു വിഷയമാണ് എന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മുഖ്യമായ വിഷയത്തിലേക്ക് പോകാം. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. ലാ തംനഉൻ നിസാ ഹുലൂലഹുന്ന മിനൽ മസാജിദി, പള്ളികളിലെ പുണ്യം അവിടെ ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞ്. ഹുലൂലിന്റെ അർത്ഥം അറബി തിരിയുന്നതല്ലേ, നിങ്ങൾക്ക് തിരിയാലോ. ലാ തംനഉൻ നിസാ, പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുത്. ഹുലൂലഹുന്ന, അവർക്ക് അവിടെ എന്ത് ഹുലൂലിന്റെ അർത്ഥം എന്താ പറഞ്ഞോണ്ടു? കാഫിന്റെയും കൂടി അർത്ഥം അറിയുന്ന ആളുകൾ ഹുലൂലഹുന്നന്റെ അർത്ഥം മറക്കുവോ? അവർക്കുള്ള ഹുലൂൽ, അവർക്കുള്ള ഹല്ല്, അവർക്കുള്ള വീതം. എന്താ വീതം? നിസ്കരിക്കാൻ നിൽക്കാനുള്ള തല കാഫ് വെച്ച് അർത്ഥം പറഞ്ഞോണ്ടു. ഏതായിരുന്നാലും എന്തിനാ സഹോദരങ്ങളെ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമ്മൾക്ക് നല്ല നിലക്ക് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് സമസ്തന്റെ ആളുകളും പോകാൻ പറ്റുമെന്ന് മുജാഹിദുകളും പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താം. ആ വിഷയമാവട്ടെ ആളുകൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളതാണ്. ഒരു വിഭാഗം പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല എന്നും ഒരു വിഭാഗം പാടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ വാദപ്രതിവാദം നടത്താം. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 30 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. 11:54, 55-നാണ്. ഈ സുന്നിസം വളരെ മോശമായ രീതിയിലാണ് എപ്പോഴും ഒരു മിനിറ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ്. അത് പാടുള്ളതല്ല. ഞാൻ വളരെ കൃത്യമായി ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. സ്റ്റാർട്ടഡ് നിങ്ങൾ നോക്കിക്കോ, അതൊക്കെ വളരെ കൃത്യം. അപ്പൊ ടൈം വളരെ മാന്യത പാലിക്കണം. ഞാൻ വിടുന്നു. ഞങ്ങളുടെ സമയത്താണ് ഞാൻ 30 സെക്കൻഡ്, അതാണ് ഞാൻ പറഞ്ഞത്. 30 സെക്കൻഡ്, മിനിറ്റ് അല്ല, സോറി. ഹലോ, പിന്നെ നിങ്ങൾ സലാം അടക്കിയ സമയം തന്നെ നോക്കി. വാലൈക്കും അസ്സലാം അടിച്ച തന്നെ 12:24:41. നിങ്ങൾ സലാം അടക്കിയ സമയം തന്നെ ആയിട്ട് പിന്നെ നിങ്ങൾ എഴുതുന്ന സമയമാണത്.
നിങ്ങൾ ആ എഴുതുന്ന സമയമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ എഴുതുന്ന സമയമല്ല സമയം, അതിന്റെ മുമ്പ് നിങ്ങൾ പറഞ്ഞ ആളിനെ സലാം മടക്കിയിട്ടുണ്ട്, അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എഴുതുന്ന മുമ്പ് എത്രയോ ആളുകൾ സമയം എഴുതിയിട്ടുണ്ട്, അതൊന്നും നോക്കാതെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ കൃത്യമായി നോക്കിയിട്ട് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇവിടെ അടിച്ചില്ലേ കണ്ടത്, നിങ്ങൾ പറഞ്ഞ സലാം മടക്കിയ സമയം നോക്കാൻ നിങ്ങൾ അയാൾ മറ്റയാൾ സലാം പറഞ്ഞ സമയം അതിന്റെ മുമ്പാവൂലേ പരിപാടി തുടങ്ങിയത്. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇവിടെ പിന്നെ ആ വിഷയങ്ങൾ ടൈമിങ്ങിന്റെ കാര്യങ്ങൾ ഇൻഷാല്ലാ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ അഹമായ വിഷയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മലയാളികളാണ്. കേരളത്തിൽ 1300 കൊല്ലക്കാലം പള്ളികളിൽ പെണ്ണുങ്ങൾ പള്ളി പോയിട്ടില്ല. ഇതാണ് ചരിത്രം. പോകാതിരിക്കാനുള്ള കാരണം എന്താ? അവര് പുണ്യം എന്ന് അവർ മനസ്സിലാക്കിയില്ല. നേരത്തെ അബൂവൈസ് പറഞ്ഞല്ലോ, പോയിട്ടല്ലേ പുണ്യം നോക്കേണ്ടത്. അങ്ങനെയല്ല, മറിച്ച് പുണ്യം ഉണ്ടെങ്കിലേ പോകേണ്ടതുള്ളൂ. അങ്ങനെ പുണ്യമുണ്ടെങ്കിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോ തടയേണ്ടതുണ്ടോ ഇല്ലേ, അത് മൂന്നാമതായി വരുന്ന വിഷയമാണ്. നിങ്ങൾ തൗഹീദ് ശിർക്ക് എന്നുള്ള അടിസ്ഥാന വിഷയം നമ്മൾ തൽക്കാലം മാറ്റിവെച്ചതുപോലെ ജമാഅത്തിലുള്ള അടിസ്ഥാന വിഷയത്തിലൊന്നും മാറാൻ പാടില്ല. അഹമ്മ് എന്ന് പറഞ്ഞിട്ട് അറബി ഒരു തിരിച്ചൊരു വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 1300 കൊല്ലക്കാലം ഇവിടെ പെണ്ണുങ്ങൾ പള്ളി പോകാത്തത് ആരും തടഞ്ഞിട്ടൊന്നുമല്ല. പെണ്ണുങ്ങൾ പള്ളിക്ക് ഇങ്ങനെ കൂലം കുത്തി ഒഴുകിയപ്പോ